ഹേ ഗായ്സ്, അങ്ങനെ 10th ആവട്ടെ എന്ന് പറഞ്ഞു ഇറങ്ങിയതാ. SSLC ആയി. അങ്ങനെ SSLCയുടെ ഓൺ എക്സാമും ആയി. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ജസ്റ്റ് കമൻറ്റ് ബിലോ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹോളിഡേ ഒരു സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ് കഴിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഹിസ്റ്ററിയിൽ സെക്കൻഡ് ചാപ്റ്റർ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രാറ്റേണിറ്റി പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ഇത്രയും ഭാഗങ്ങളൊക്കെ എനിക്ക് സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവസാന കുറച്ച് ഭാഗങ്ങളാണ് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. കമ്പയറിങ് ടു ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി മിക്സായി പോകുന്നതാണല്ലോ. അങ്ങനെ പഠിച്ച് അവസാന ഭാഗമെത്തി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ടിക്ക് ഇടുന്ന സമയത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ മാത്സ് എടുക്കുകയാണ്. മാത്സിലെ 4th ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ്. അതിൽ പ്രോബബിലിറ്റി അത്രയ്ക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നല്ല സിമ്പിളാണ്. അവസാനമുള്ളതും സിമ്പിളാണ് ജോമെട്രിക്കലായിട്ടുള്ളത്. ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസും പിന്നെ ലാസ്റ്റുള്ള ജോമെട്രിക്കലും അതൊന്നും എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു എക്സസൈസ് ഉണ്ടല്ലോ, അത് ലാസ്റ്റൊക്കെ കുറച്ചൊന്ന് ടഫായിട്ട് തോന്നി. കാരണം ഞാനത് പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് ട്യൂഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ യൂട്യൂബ് നോക്കി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. കുറച്ചൊന്ന് കൺഫ്യൂഷൻ ഉണ്ട് അത്. അപ്പോൾ അതെന്തായാലും ക്ലിയർ ചെയ്യണം. അങ്ങനെ ഞാൻ ഇത് പഠിക്കുകയാണ്. പിന്നെ നിങ്ങൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് പഠിച്ചോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അത് കുറച്ച് ടഫാണ്. എനിക്കെന്തായാലും ഈ ഹോളിഡേയ്സൊക്കെ വരെയല്ലേ, അപ്പം അതിൽ നിന്ന് കുറച്ച് ക്ലിയർ ആക്കണമെന്നുണ്ട് അത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാനത് പഠിച്ചെടുക്കണം. അതിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായി. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിനുള്ളതല്ലേ വന്നിട്ട് പഠിക്കുകയുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ പെൻഡിങ് വന്ന് പഠിക്കാനായിട്ട് കുറേ വിട്ടുപോയി, ബാക്കിലൊക്കെ വന്നു. പിന്നെ അതിനുശേഷം ഞാൻ മാത്സ് പഠിച്ചിട്ട് ഞാൻ ജോഗ്രഫി എടുത്തു. കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ്. ഇതെനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്. ഇതിൽ കുറച്ച് തിയറീസ് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാനും അങ്ങനത്തെയൊക്കെ ചോദിക്കാറില്ല. പക്ഷേ പഠിച്ചു വെക്കാൻ നമ്മൾ ടീച്ചർ പറഞ്ഞു. അങ്ങനെ കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്കെന്തായാലും ഇതുവരെ പഠിപ്പിച്ചു. പിന്നെ അതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല മഴ. അടിപൊളി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ക്ലിപ്സും കൂടെ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ബൈ.